പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം രാത്രി വിക്രം പുറത്തുനിന്ന് കയറി വരുന്നുണ്ട്. ഉമ്മറത്തിരിക്കുന്ന വേദിയെ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ്. എന്നിട്ട് അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് കമലാമ്മയോട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണോ? എന്താടാ നീ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത്? അല്ല, ഇന്നൊരു സംഭവം ഉണ്ടായി. പണ്ട് അമ്മ അമ്പലത്തിൽ വെച്ച് കാണാറുണ്ടായിരുന്ന സ്വാമിജി ഉണ്ടല്ലോ, അദ്ദേഹം ഇന്ന് വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയാണ് വിക്രം. അത് ആണോ? എന്നിട്ട് അദ്ദേഹം എന്താ നിൻ്റെ അടുത്ത് പറഞ്ഞത്? നല്ല കാര്യമാണോ അത് ചീത്ത കാര്യമാണോ പറഞ്ഞതെന്ന് കമലാമ്മയും ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം വേദയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇവളിവിടെ ഇരുന്ന് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നല്ലത് വല്ലതും പറയൂ അമ്മേ. ചീത്ത കാര്യം തന്നെയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയോ? ഒരു പെണ്ണുകാരനെ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും തന്നെ ഞെട്ടുക കേട്ടോ. കമലാമ്മയും പേടിക്കുന്നുണ്ട്, ശ്രീജയും പേടിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, എന്താ വിക്രം നീ പറയുന്നത്? ആ സ്വാമിജി തന്നെയല്ലേ നിനക്ക് ഏറ്റവും ഉത്തമയായ ഭാര്യയാണ് വേദ എന്ന് പറഞ്ഞത്? ഇങ്ങോട്ട് വരാൻ പോകുന്ന മഹാലക്ഷ്മിയാണ് വേദ എന്നാണ് വേദയെ പറ്റി അന്ന് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്നാലേ ആ മഹാലക്ഷ്മി ഇന്നേ എൻ്റെ കാലത്തിയായിട്ട് വരാനാണ് പോകുന്നത്. അമ്മയ്ക്കറിയത്തില്ലേ, ഇത്രയും കാലമായിട്ട് ഞാൻ എന്തിനെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇവളെ കല്യാണം കഴിച്ചതിന് ശേഷമല്ലേ 2 തവണ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നത്. അത് ആര് കാരണം? ഇവള് കാരണം, ഇവളുടെ അച്ഛനും ചേട്ടനും കാരണം. ഇപ്പോൾ താലിപിരിക്കൽ ചടങ്ങിൻ്റെ അന്ന് എന്താ സംഭവിച്ചത്? അവളുടെ ചേട്ടൻ എന്നെ കൊല്ലാൻ വേണ്ടി നിന്നു. അന്ന് എനിക്ക് അപകടം പറ്റി ഞാനങ്ങനെ മരിച്ചു പോയിക്കുകയാണെങ്കിൽ അമ്മ ഇപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വിക്രം. അപ്പോൾ കമലാമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്താ വിക്രം നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒന്നും മിണ്ടാതിരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ ഇവളിവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ജീവന് തന്നെ ആപത്താണ്. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ വേണോ ഇവൾ വേണോ എന്ന് അമ്മയ്ക്ക് തീരുമാനിക്കാം പറഞ്ഞുകൊണ്ട് വിക്രം വേദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, അതെ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണ്, നിനക്കൊരു നാണവും മാനവുമില്ല. ഞാൻ എത്രയോ തവണ ഇതേപ്പറ്റി സംസാരിച്ചിട്ടുള്ളതാണ്. നിന്നെ എനിക്കിഷ്ടമല്ല. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ എന്തൊക്കെ സാധനങ്ങളാണോ നിൻ്റെ ഇവിടുന്ന് എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എല്ലാം എടുത്തിട്ട് ഈ വീട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിക്കോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നന്ദിനി അപ്പുറത്ത് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗം പറയുന്നുണ്ട്, ഞാൻ അന്നേ പറഞ്ഞതാ വിക്രം അമ്മയുടെ അടുത്ത് ഇവൾ പ്രശ്നക്കാരിയാണെന്ന്. ഇപ്പോൾ എല്ലാവർക്കും വിശ്വാസമായല്ലോ. എന്തായാലും ഇനി ഒരു ഡേറ്റ് പറ വിക്രം, എന്നാലേ ആ ഡേറ്റിനുള്ളിൽ ഇവൾ ഇവിടുന്ന് ഇറങ്ങുകയുള്ളൂ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന വിക്രം പറയുന്നുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പറയുന്നു, ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ നീ ഇവിടുന്ന് ഇറങ്ങണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, ഇവൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കറക്റ്റായ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതെന്തായാലും നല്ലൊരു തീരുമാനമാണ്. എന്തിനാ കുട്ടി ഇവനക്ക് ഇഷ്ടമില്ലാതെ നീ ഇവിടെ നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വീട്ടിലേക്ക് പോകാൻ നോക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മാഷ് അപ്പുറത്തേക്ക് പോവുകയാണ്. പക്ഷേ നമ്മുടെ ശ്രീജയ്ക്കും കമലാമ്മയ്ക്കും നല്ല വിഷമാവുന്നുണ്ട് ഇത് കേട്ടിട്ട്. എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരർത്ഥത്തിൽ വേദ ഇങ്ങനെ നിസ്സഹായതയോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവർ രണ്ടുപേരും. പിറ്റേന്ന് രാവിലെ വിനയൻ ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് ശ്രീജയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ശ്രീജ ഇതെന്താ എന്ന് ചോദിക്കുന്നുണ്ട് വിനയൻ്റെ അടുത്ത്. അതൊരു വലിയ കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡാണ്, നാളെ അവിടെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അത് ഇൻ്റർവ്യൂ നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ, അതിനുള്ള വിദ്യാഭ്യാസമൊന്നും എനിക്കില്ലല്ലോ എന്ന് ശ്രീജ ചോദിക്കുമ്പോൾ വിനയൻ പറയുന്നുണ്ട്, അത് ചേച്ചിക്കുള്ളതല്ല, ചേച്ചിയുടെ ഭർത്താവുണ്ടല്ലോ എൻ്റെ ചേട്ടന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ വിശ്വം അവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. വിശ്വം ചോദിക്കുന്നുണ്ട്, അതിനെന്തിനാണ് നീ ശ്രീജയുടെ അടുത്ത് പറയുന്നേ? അങ്ങനെ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നീ എൻ്റെ അടുത്തല്ലേ പറയേണ്ടത് എന്ന് പറയുമ്പോൾ വിനയം പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. ഞാൻ എന്തെങ്കിലും ഒരു ജോലിയുടെ കാര്യം പറയാൻ വേണ്ടി നിൻ്റെ അടുത്ത് വരുമ്പോൾ നീ അപ്പം തന്നെ അതങ്ങ് നിഷേധിക്കും. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അത് മുടക്കും. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞതെന്ന് പറയുകയാണ്. 10 മണിക്കാണ് ഇൻ്റർവ്യൂ, ഒരു മാനേജർ പോസ്റ്റാണെന്ന് പറയാണ് വിനയൻ. അത് കേൾക്കുമ്പോഴേക്കും വിശ്വം പറയുന്നുണ്ട്, മാനേജർ പോസ്റ്റാണോ? അതൊരു 15 പേരെയൊക്കെ നോക്കാനുള്ളൊരു ഇതല്ലേ, അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് കേൾക്കുന്ന വിനയം പറയുന്നുണ്ട്, ഇതുകൊണ്ട് തന്നെയാണ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറയാതിരുന്നത്. അത് കേൾക്കുന്ന ശ്രീജ പറയുന്നുണ്ട്, കേട്ടോ വിശ്വേട്ടാ ഒന്നും മിണ്ടാതിരിക്കേ, എനിക്കറിയാം എന്താ ചെയ്യാനുള്ളത് എന്ന്. അപ്പോൾ എന്നിട്ട് വിനയനോട് പറയുന്നുണ്ട്, വിനയ നാളെ തന്നെ ഇൻ്റർവ്യൂവിന് പോകും ചേട്ടാ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വിശ്വത്തെ വിളിച്ചങ്ങ് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് വിക്രം ബൈക്ക് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വേദ വരുന്നുണ്ട്.
വേദ ഞാൻ കഴുകണോ വിക്രം, ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യുക എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ആ നിൻ്റെ സഹായമൊന്നും എനിക്ക് വേണ്ട, നീ അങ്ങനെ സോപ്പിടാനൊന്നും വരണ്ട, ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിലേ നീ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്ക്. അതെ എനിക്ക് ജീവന് കൊതിയുണ്ട്, നീ ഇനി ഇവിടെ നിന്നാലേ നിൻ്റെ ചേട്ടന്മാരും നിൻ്റെ ചേട്ടനും അച്ഛനും ഉണ്ടല്ലോ ഇനിയും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവർക്ക് വലുത് നീയാ. അപ്പോൾ നീ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നു വിക്രം പറയുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ വിശ്വം ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട്. ഇൻ്റർവ്യൂ എല്ലാം നല്ല ഭംഗിയായി കഴിയുന്നുണ്ട്. വിശ്വത്തോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെയാണ് ജോലി കിട്ടിയിരിക്കുന്നത്, നാളെ 10 മണിയാകുമ്പോഴേക്കും ജോയിൻ ചെയ്തോളൂ, 25,000 രൂപയാണ് ശമ്പളം എന്നിങ്ങനെ പറയാണ്. ഇത് കേൾക്കുന്ന വിശ്വത്തിന് നല്ല സന്തോഷമാവുന്നുണ്ടോ കേട്ടോ, ഇത്രയും വലിയ ശമ്പളമൊക്കെ ആണോ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിശ്വം അങ്ങ് ഇൻ്റർവ്യൂ ചെയ്യുന്ന റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അങ്ങോട്ടേക്ക് വേദൻ്റെ ചേട്ടൻ വരുന്നത്, ശ്രീ വരുന്നതാണ് കാണിക്കുന്നത്. ഇത് ചേട്ടൻ കുറച്ചു കാലം ഇവിടെ ജോലി ചെയ്യട്ടെ, ഞാനാണ് ഈ കമ്പനിയുടെ ഉടമസ്ഥനെന്ന് അദ്ദേഹം അറിയാൻ പാടില്ല എന്നുള്ളത് അവരോടൊക്കെ പറയുന്നുണ്ട്. ഇത് ശ്രീയും നായകനും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് വിക്രമിനെ തകർക്കാൻ വേണ്ടി. ആരും തന്നെ അറിയുന്നില്ല. പിന്നീട് വേദ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് നന്ദിനി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആ നീ തീരുമാനമെടുത്തോ? അപ്പോൾ എന്തെന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അല്ല ഈ വീട്ടിൽ നിന്നും നിന്നോട് പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞതല്ലേ, അത് എപ്പോഴാണ് നീ പോണതെന്നുള്ള തീരുമാനം എടുത്തോന്നാണ് ഞാൻ ചോദിച്ചത്. നീ ആത്മാഭിമാനമുള്ളവനാണെങ്കിലേ അവനിവിടെ നാട്ടിയിറക്കുന്നതിന് മുന്നേ തന്നെ നീ ഇവിടുന്ന് പോകാൻ നോക്ക്. പിന്നെ ആദ്യമായിട്ടാ വിക്രമും അച്ഛനും പാടെ ഒരു തീരുമാനം എടുക്കുന്നത്. ഇന്നേ വരെ അച്ഛനൊന്ന് പറയും, വിക്രമ് വേറൊന്ന് പറയും, രണ്ടുപേരും ഇങ്ങനെ ഒരേ തീരുമാനം എടുത്തിട്ടേ ഇല്ല. പിന്നെ പോകുന്നതിന് മുന്നേ നിൻ്റെ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാൻ ഞാൻ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം കേട്ടോ. എന്തായാലും കുറച്ചു കാലം നമ്മൾ ഒരുമിച്ചൊക്കെ താമസിച്ചതല്ലേ, ഓട്ടോ കൂലി ഞാൻ തരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വേദയെ നോക്കിയിട്ട് ഇങ്ങനെ നന്ദിനി. അപ്പോൾ വേദയാണെങ്കിൽ തിരിച്ചൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് കമലാമ്മ ഓടി വരികയാണ്. വേദ എന്ന് വിളിച്ചുകൊണ്ട് സന്തോഷത്തോടെയാണ് ഓടി വരുന്നത്. വേദ പെട്ടെന്ന് തന്നെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ്. ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ ഞാൻ പൂവിട്ട് നോക്കി, അപ്പോൾ ഞാൻ വിചാരിച്ച കാര്യം തന്നെയാണ് നടക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, എന്ത് അമ്മേ പൂവിട്ട് നോക്കി, അതെന്താ അമ്മയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ചുവന്ന പൂവും വെള്ളപ്പൂവും പേപ്പറിൽ പൊതിഞ്ഞിടും, എന്നിട്ട് അതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളപ്പൂവാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം, നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത് ആ കാര്യം നടക്കും, അല്ല ചുവന്ന പൂവാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് നടക്കത്തില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ഞാൻ 3 തവണ ഇതുപോലെ ചെയ്തു, പക്ഷെ 3 തവണ എനിക്ക് കിട്ടിയത് വെള്ളപ്പൂവാ. എന്ത് കേൾക്കുമ്പോൾ നന്ദിനി ഇങ്ങനെ ആകെ ദേഷ്യം വന്നിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അതെ സ്വാമിജി എന്താ പറഞ്ഞതെന്നറിയില്ല, സ്വാമിജി ഒരു കാര്യം പറഞ്ഞു, പക്ഷെ നമ്മുടെ വിക്രമുണ്ടല്ലോ മറ്റെന്തോ ആണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് അവനിവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്, അല്ലാതെ സ്വാമിജി അങ്ങനെയൊന്നും പറയത്തില്ല. എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, നീ വരുന്നതിന് മുന്നേ തന്നെ വീട്ടിലേക്ക് വരുന്നത് മഹാലക്ഷ്മി വരുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ, അതുകൊണ്ട് എൻ്റെ മോൾ ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും പോകരുത്, ഞാനറിയാതെ നീ ഇവിടുന്ന് പോകാൻ പാടില്ല കേട്ടോ വേദ എന്നും പറഞ്ഞ് വേദയുടെ കവിളത്ത് ഇങ്ങനെ തട്ടുക കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ഇത് കേട്ടിട്ട് നല്ല സന്തോഷമാവുന്നുണ്ട്. കമലാമ്മ അപ്പുറത്തേക്ക് പോകുമ്പോൾ വേദ നല്ല ഗമയിൽ ഇങ്ങനെ നന്ദിനിയുടെ അടുത്തേക്ക് വരിക കേട്ടോ. എന്നിട്ട് നന്ദിനിയോട് പറയുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് നന്ദിനി ചേച്ചി, ഇപ്പോഴാരാ ജയിച്ചേ, ഞാൻ തന്നെയല്ലേ, പിന്നെ ഒരാൾ ഇവിടുന്ന് പുറത്ത് പോകണോ അകത്തേക്ക് വരണോ എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഇവിടുത്തെ അച്ഛനും അമ്മയൊക്കെ, അല്ലാതെ വേറെ ആരുമല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വേദ അങ്ങ് പോവാണ്.